ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മെയ് മാസം 26-ാം തീയതി മുതൽ ജൂൺ മാസം 1-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും 28ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിൽ വരുന്ന ഒരു കന്നഡ മൂവിയാണ്. അജ്ഞാതവാസി എന്നാണ് സിനിമയുടെ പേര്. C5 വഴിയാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. MCU, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്ലെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം, ഐറ്റ്യൂൺസ്, യൂട്യൂബ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 4ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. പങ്കജ് ത്രിപാഠിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നിയർ കുടൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് നാനി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹിറ്റ് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റെട്രോ എന്ന് പറഞ്ഞ സിനിമയാണ്. റൊമാന്റിക് ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആണ്. മലയാളം അടക്കം 5 ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഹിന്ദി ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കാക്ക ജുര എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. റോഷൻ മാത്യു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. സോണി ലീവ് വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സീരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. 4 എപ്പിസോഡ് കണ്ടു, ഇനി 4 എപ്പിസോഡ് കൂടി ബാക്കിയുണ്ട്. അടുത്തത് ഒരു ത്രില്ലർ മൂവിയാണ്. ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്. ഡിപ്പാർട്ട്മെന്റ് Q എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പിന്നെ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ദ ബെറ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഇംഗ്ലീഷ് സീരീസാണ്. ഫസ്റ്റ് സീസണാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു മലയാളം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ജെറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഡ്രാമ അഡ്വഞ്ചർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഇൻ്ററോഗേഷൻ എന്ന് പറഞ്ഞ സിനിമ. C5 ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം വിവാദത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. നിമിട്ട മത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കന്നഡ ഭാഷ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു തമിഴ് ഡ്രാമ വിവാദത്തിൽപ്പെടുന്ന സീരീസാണ്. വാനിൽ തേർഡ് റേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിവാദത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. വീര ചന്ദ്രഹാസ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞ സിനിമ. കൃഷ്ണൻ, ശ്രീനാഥ് ബാസി, ഷൈൻടോ ജാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പ്രേമിച്ചോടു എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് സീറൻ എന്ന് പറഞ്ഞ സിനിമ. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. എ വിഡോസ് ഗെയിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് മൈ ഹീറോ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്. ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമ കൗണ്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമും ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്ത ദിവ്യ പിള്ളൈ ചന്തുനാഥൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളം മൂവിയായിരുന്നു അന്ധകാര എന്ന് പറഞ്ഞ ത്രില്ലർ മൂവി, ക്രൈം ത്രില്ലർ മൂവി. ഈ ഒരു സിനിമയുടെ മലയാളം വേഷം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. മറാത്തി ഡബിഡ് വേഷം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അൾട്രാ ജക്കാസ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മറാത്തി വേഷം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ലോ ക്വാളിറ്റി പ്രിന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യാം ഡ്രാമ മൂവി ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു സിനിമയും ലോ ക്വാളിറ്റി പ്രിന്റ് ഹിന്ദുസ്ഥാനിലോ ലോ ക്വാളിറ്റി പ്രിന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബൗണ്ട്ലെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഡാനിഷ്, സ്വീഡിഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് മെയ് മാസം 26-ാം തീയതി മുതൽ ജൂൺ മാസം 1-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. 28ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ട സിനിമകളുടെയും സീരീസിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.